ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്തവിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. നമുക്ക് വേണ്ടി നിത്യതയോളം തുറക്കപ്പെട്ട വാതിൽ, ഈശോയുടെ തിരുഹൃദയം. പാപം മൂലം അധപതിച്ച മനുഷ്യമക്കളുടെ മുമ്പിൽ അടച്ചു മുദ്രവയ്ക്കപ്പെട്ട പറുദീസായുടെ കവാടം കാൽവരിക്കുരിശിലെ പാപപരിഹാര ബലിയുടെ സമയത്ത് ഈശോയുടെ പിളർക്കപ്പെട്ട തിരുഹൃദയത്തിലൂടെ എന്നേക്കുമായി തുറക്കപ്പെട്ടു. ഈശോ അരുൾ ചെയ്തു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വിശുദ്ധ യോഹന്നാൻ 10-ാം അധ്യായം 9-ാം തിരുവചനം. ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട രക്ഷാകരവാതിലാണ്. COVID-19 മഹാമാരിയുടെ ദുരന്തമുഖത്ത് ഇന്ന് നാമും നമുക്ക് ചുറ്റുമുള്ളവരും വഴിയറിയാതെ ഉഴലുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ടാലും ഈശോയുടെ തിരുഹൃദയം നമുക്കെല്ലാവർക്കുമായി എന്നും തുറന്നു കിടക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന സ്നേഹവായ്പോടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ വിളിക്കുന്ന ഈശോയുടെ സ്വരം ശ്രവിക്കാം. നമ്മുടെ മുറിവുകൾ, വേദനകൾ, ഭാരങ്ങൾ എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ എടുത്തു വയ്ക്കാം. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ ഈശോയുടെ കരുണാർദ്ര ഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലും.